Hello. Welcome to Market Discussion of the Day. Today, June 4th, 2026. തേഴ്സ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ആഴ്ച കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് പറയാറായിട്ടില്ല. മിക്കവാറും മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്സ്. ഒരുപാട് ഫണ്ടമെൻ്റൽസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിക്കുന്ന കുറേ കാര്യങ്ങൾ അല്ലേ. സോ ആ ഒരു വാറിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷൻസൊക്കെ നമ്മൾ ഇന്നലെ തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ബേസിക്കലി എന്താ പറയുക, ഈ ഒരു മിഡിൽ ഈസ്റ്റ് ടെൻഷൻ കൊണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വീണ്ടും ഓയിലിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയൊക്കെ വാറൊന്ന് അവസാനിക്കും എന്നൊക്കെ വിചാരിച്ചപ്പോൾ 87 വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഇന്നുമായിട്ടൊക്കെ 95-96 റേറ്റിലോട്ട് വീണ്ടും കയറിയിട്ടുണ്ട്. ഓക്കെ, സോ വാർ വരാൻ നേരത്ത് ആക്ച്വലി എന്താ സംഭവിക്കേണ്ടത്? ഗോൾഡ് മുകളിലോട്ടാണ് പോകേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. നമ്മൾ പലവട്ടം ഡിസ്കസ് ചെയ്തൊരു കാര്യമാണല്ലേ. എന്തുകൊണ്ട് വാർ നടക്കുന്നു, അതായത് ഓയിലിൻ്റെ പ്രൈസ് കൂടുന്നു, ഇൻഫ്ലേഷൻ കൂടുന്നു, അതുകൊണ്ടിട്ട് തന്നെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി തന്നെ വെക്കുന്നു അല്ലേ. സോ അതിലൂടെ ഗോൾഡിൻ്റെ പ്രൈസ് താഴോട്ട് പോകുന്നൊരു കാഴ്ച, അല്ലെങ്കിൽ ഗോൾഡ് കഴിഞ്ഞ വാർ തുടങ്ങിയ സമയത്ത് 5400 വരെ ടച്ച് ചെയ്തിട്ട് ഇപ്പോൾ 4471 നിൽക്കുന്നു അല്ലേ. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോൾഡ്. അത് ഈ വാർ കാരണമാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി ഇരിക്കുക. ഓക്കെ, അതിൻ്റെ കൂടെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, മെനഞ്ഞാന്ന് നമുക്ക് ഒരു ജോബ് ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. വളരെ പോസിറ്റീവായിട്ട് US മാർക്കറ്റിന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഡേറ്റയായിരുന്നു വന്നത്. ഓക്കെ, സോ അത് US ഡോളറിനെ സ്ട്രെങ്തൻ ആക്കുന്നു. ഓക്കെ, സോ അതേപോലെ തന്നെ ഇന്നലെ വന്ന ന്യൂസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച്, അതും US പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ് വന്നത് ഡോളറിന്. അതേപോലെ ISM സർവീസ് PMI, അതും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് വന്നത്. സോ ബേസിക്കലി വരുന്ന ന്യൂസുകളൊക്കെ ആക്ച്വലി ഗോൾഡിന് US ഡോളറിന് പോസിറ്റീവ് ആയതുകൊണ്ടിട്ട് തന്നെ US ഡോളർ സ്ട്രെങ്തൻ ആവുന്നുണ്ട്. ഓക്കെ, സോ US ഡോളർ സ്ട്രെങ്തൻ ആകുമ്പോൾ എന്ത് പറ്റും? ഗോൾഡ് എക്സ്പെൻസീവ് ആവും, ഗോൾഡിൻ്റെ റേറ്റ് താഴോട്ട് പോകും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതെല്ലാം ആക്ച്വലി എന്താണ്, ഗോൾഡിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഫണ്ടമെൻ്റലി ഗോൾഡ് ഒരു ഡൗൺ ട്രെൻഡിലാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അത് എത്ര കാലത്തേക്കാണ് മാക്സിമം, അല്ലെങ്കിൽ നാളെ ഒരു ഷോർട്ട് ടേം ആണെങ്കിൽ നാളെ NFP നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് വരുമ്പോൾ ഉറപ്പായിട്ടും അത് തിരിച്ചടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ. സോ ഇന്ന് നമുക്ക് ഇന്നത്തെ ന്യൂസിലോട്ട് വരുന്നതിന് മുന്നേ ആയിട്ട് സോ എന്താ പറയുക, നമുക്ക് വളരെ നമുക്ക് ഇന്നത്തെ ന്യൂസിനെ കുറിച്ച് പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റിലുള്ള കാര്യത്തിനെ കുറിച്ച് പറയാം. സോ ഇന്ന് നമുക്ക് ബേസിക്കലി വൈകുന്നേരം രാത്രി 9:10 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ട്. ഓക്കെ, FOMC മെമ്പേഴ്സിൻ്റെ സ്പീച്ച് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കിന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം, അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും അല്ല, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ നോക്കിയിരിക്കണം. പ്രത്യേകിച്ച് ഇതിനകത്ത് നമ്മുടെ GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ 9:10 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറിൻ്റെ സ്പീച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണേണ്ടതുമാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ യൂറോയിൽ നിന്ന് നമുക്ക് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ യൂറോയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നാളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ താരം എന്താണ്, നമ്മളുടെ നോൺ ഫാം പേറോളാണ്. ഓക്കെ, സോ അത് നാളെ 6 മണിക്കാണ് വരുന്നത്. സോ അതുകൊണ്ടിട്ട് തന്നെ അവോയ്ഡ് ചെയ്യാൻ, അതായത് വെറുതെ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു ട്രേഡിനകത്തും കയറി കുടുങ്ങരുത്. കാരണം ഈ റേഞ്ചൊക്കെ വിട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് നമ്മളുടെ ഈ പറയുന്ന നോൺ ഫാം പേറോൾ കൊണ്ടുവരുന്നത്. സോ ഇന്നൊക്കെ മാർക്കറ്റ് ചിലപ്പം വലിയ രീതിയിൽ ഭയങ്കരമായ ഓട്ടമൊന്നും ഉണ്ടാവാതിരിക്കാം. കാരണം നമുക്കറിയാം, വലിയ ന്യൂസുകൾ വരുന്നതിൻ്റെ തലേ ദിവസവും അല്ലെങ്കിൽ ന്യൂസുകൾ വരുന്നതിൻ്റെ അന്നത്തെ ദിവസം രാവിലത്തെ സെഷനകത്തൊക്കെ വളരെ സ്ലോ മൂവ്മെൻ്റാണ് നമ്മൾ കണ്ടുപോകുന്നത് അല്ലേ. സോ ബേസിക്കലി ആ ഒരു ന്യൂസ് നാളെ 6 മണിക്ക് മുന്നേ ആയിട്ട് മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ ഇന്നത്തെ ദിവസം നാളത്തെ ദിവസം ട്രേഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഒരു ട്രേഡും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ അതിൻ്റെ ഇടയ്ക്കായിട്ട് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനായിട്ടുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ഈ ജാപ്പനീസ് സെന്നിനെ കുറിച്ചാണ്. ഇതിനകത്ത് ജാപ്പനീസ് സെന്നിൽ ട്രേഡ് ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട്
അല്ലേ? ഇന്നലെ ജാപ്പനീസ് ഗവർണർ, ബാങ്ക് ഓഫ് ജപ്പാൻ ഗവർണർ സ്പീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ, അതിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് എനിക്കും ടേക്ക് അവേ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളടുത്ത് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ബേസിക്കലി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് 0.75 നിന്ന് 1 അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയാൽ, അതാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഓക്കെ, സോ അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജാപ്പനീസ് യെൻ പവർഫുൾ ആവും. ഓക്കെ, സോ ജാപ്പനീസ് യെൻ പവർഫുൾ ആകുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ ജപ്പാൻ്റെ ഇതെടുത്ത് കഴിഞ്ഞാൽ, ജാപ്പനീസ് യെൻ നമ്മൾ പവർഫുൾ ആയി കഴിഞ്ഞാൽ എന്താണ്, USD JPY താഴോട്ട് പോകും, അല്ലേ? സോ ബേസിക്കലി ഇന്നലത്തെ ഈ പറയുന്ന ന്യൂസിൻ്റെ സമയത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒറ്റയടിക്ക് 156 നിന്ന് 160 അടുത്ത് നിന്ന് 159.30, ഓൾമോസ്റ്റ് 70 പിപ്പിൻ്റെ ഒരു ഡ്രോപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഈ സ്പീച്ചിൻ്റെ സമയത്ത്. പിന്നീട് ഓഫ് കോഴ്സ് നമ്മുടെ US ഡോളർ സ്ട്രെങ്തൻ ആവുന്നതിൻ്റെ കൂടെ USD JPY മുകളിലോട്ട് കയറി പോയതാണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ എപ്പോഴും ഒരു സീലിംഗ് ആണ് ഈ 160 എന്ന് പറയുന്നത്. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ആക്ച്വലി ഒരു ലോങ്ങർ ടേമിലോട്ടൊക്കെ നിങ്ങൾ JPYയിൽ ട്രേഡിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്നൊക്കെ സെല്ലെടുത്ത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ഫണ്ടമെൻറ്റൽസ് ആണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് അത്യാവശ്യം ഫണ്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ അത് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, സോ അങ്ങനെ അതിലൂടെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ഇതാണ് എനിക്ക് USD JPYയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. സോ നേരെ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ എന്താ പറയുക, സിഗ്നൽസ് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മളൊരു എലൈറ്റ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എലൈറ്റ് ഗ്രൂപ്പിൽ ആക്ച്വലി നമ്മളുടെ രജിസ്ട്രേഷനകത്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, അതിപ്പം സ്റ്റാറിനകത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വാൻറ്റേജിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്കെല്ലാം നമ്മൾ അറ്റ് പ്രസൻറ്റ് നമ്മൾ ഫ്രീ ആയിട്ടാണ് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ എന്താ പറയുക, ബേസിക്കലി ഒരു ചെറിയൊരു പ്രൈസ് അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ ആഴ്ചത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തേക്ക് റിസൾട്ട് നിങ്ങൾക്ക് അറിയണം, നിങ്ങൾ പുതിയ ആൾക്കാരാണ്, ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത്, എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഡയറക്റ്റ്ലി എന്താ പറയുക, കഴിഞ്ഞ ആഴ്ചത്തെ റിസൾട്ടും അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ റിസൾട്ടൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം, ഇന്നലത്തെ റിസൾട്ട് അയച്ചു തരാം. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡെമോ അക്കൗണ്ടിൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു ഡെമോ ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള പുതിയ ആൾക്കാരാണെങ്കിൽ കേട്ടോ, അതായത് നമ്മളുടെ പഴയ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആൾക്കാരാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ഡെമോ വേണമെങ്കിലും ഉറപ്പായിട്ടും നമുക്കത് സെറ്റാക്കി തരാം. ഓക്കെ, അതിനുശേഷം നിങ്ങളൊരു തീരുമാനം എടുക്കുക. നല്ല രീതിയിൽ പോകുന്നുണ്ട്, ഓക്കെ, പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ റിസ്ക് മാനേജ് ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഒരു ലോങ്ങർ ടേമിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റും ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അതിൻ്റെ കൂടെ നമ്മളുടെ നിങ്ങൾ ബ്രോക്കർ നല്ലത് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മളുടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ സ്റ്റാറിൻ്റെ ലിങ്ക്, വാൻറ്റേജിൻ്റെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നെ ഡയറക്റ്റ്ലി വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ ഡയറക്റ്റ്ലി ഗൈഡ് ചെയ്ത് തരികയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് USD JPYയിലോട്ട് പോവാം. USD JPY 159.856 നിൽക്കുന്നു. ഓക്കെ, സോ ബേസിക്കലി USD JPY എന്താ പറയുക, ഫണ്ടമെൻ്റലി കുറച്ച് എന്താ പറയുക ഡൗൺ ട്രെൻഡിലോട്ട് പോവുകയാണ്. പക്ഷേ നമ്മുടെ US ഡോളർ വീണ്ടും ഡോളർ ഇൻഡെക്സ് മുകളിലോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ ദിവസമാണ് ഇന്നലെ മുകളിലോട്ട് പോയത്. അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ വീണ്ടും മുകളിൽ തന്നെ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, 160 അടുത്ത് നമുക്ക് സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. 160 അടുത്ത് നിന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ 160.40 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ യു ക്യാൻ ഹോൾഡ് ഇറ്റ് ഫോർ ലോങ്ങർ ടേം, അതർവൈസ് യു ക്യാൻ നമുക്ക് ഒരു ചെറിയൊരു പ്രോഫിറ്റ് എടുത്ത് ബുക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മളുടെ GBP USDയിലോട്ട് വരാം. GBP USD 1.3431 നിൽക്കുന്നു. ബേസിക്കലി നമുക്ക് 1.3400 അവിടെ നിന്നുള്ളൊരു ബൈ ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ബൈ. നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് ഒരു $30 പ്രോഫിറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ബേസിക്കലി ആ 1.3400 അവിടെ വീണ്ടും കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ബൈ എൻട്രി എന്ന് പറയുന്നത്. 1.3400 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3360 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും വെച്ച് പോവുകയും ചെയ്യണം. ഓക്കെ,
നേരെ നമ്മുടെ യൂറോ USD വരാം. 1.1610 നിൽക്കുന്നു. നമ്മൾ ഇതിനെയും പറഞ്ഞു 1.1600 അവിടെ നിന്ന് ബൈ ചെയ്യുക. അത് തന്നെയാണ് എനിക്ക് ഇന്നും പറയാനായിട്ടുള്ളത്. 1.1600 അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. 1.1580 താഴെ ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, നേരെ നമ്മുടെ ഗോൾഡ് ആഷാനിലോട്ട് വരാം. 4467 എന്ന പ്രൈസിൽ നിൽക്കുന്നു. ഓക്കെ, ലോങ്ങർ ടേമിലോട്ടുള്ളൊരു പൊസിഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ റേഞ്ച് 4430 to 4500 ഇന്നത്തെ റേഞ്ച് എന്ന് പറയുന്നത്. സോ 4430 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ബൈ ചെയ്യാം. 4480 അവിടെ നമുക്ക് സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. 4480 അവിടെ കിട്ടുന്ന ആൾക്കാർക്ക് ഓക്കെ 4492 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. നമ്മൾ ഇന്നലെ പറഞ്ഞ സെയിം പൊസിഷനാണ് കേട്ടോ. സോ ഇന്നലെ ആ പൊസിഷൻ ഈവൻ എന്താണ്, ഞാനൊക്കെ 78 ഞാൻ സെൽ ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ആ സെൽ ലിമിറ്റ് അടിച്ചു. എനിക്ക് നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, സോ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാവുന്നതാണ്. ഈ പൊസിഷനൊക്കെ ലോങ്ങർ ടേമിലുള്ള പൊസിഷനാണ് കേട്ടോ. സോ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്ത് പോവുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഇതൊക്കെയാണ് ആക്ച്വലി എനിക്ക് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് നല്ല രീതിയിലുള്ള ട്രേഡ്സ് ഇന്ന് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ തന്നെ ട്രേഡിങ്ങിനകത്ത് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നമ്മുടെ സിഗ്നൽസ് യൂസ് ചെയ്ത് നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാം എന്നുള്ളതാണ് നമ്മളുടെ പ്രതീക്ഷ. ഓക്കെ, അത് നമ്മൾ പ്രോപ്പറായിട്ട് എടുത്ത് പോയി കഴിഞ്ഞാൽ. ഓക്കെ, സോ എനിവേയ്സ് ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ട് നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.